പോലെ മക്കൾ കൂടി ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ஆனால் ₹1 ചിലവാക്കിയാലും എഴുതണം. അങ്ങ് ആ വൈസറിൻ്റെ ഫ്രണ്ട് വരെ ചെളിയടിക്കുമായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും റൈഡ് ബൈ വെയറിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ഒന്നും അല്ല, പേടിക്കേണ്ട. കടലൊക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും ആക്കുമെന്ന് വിചാരിക്കേണ്ട. മേ ബി എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒരു കടലായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും അതല്ല, അങ്ങനെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ BMW GS310 നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് എവിടുന്ന് വാങ്ങിച്ചു, സ്പെസിഫിക്കേഷൻസ് എന്താണ്, എത്ര രൂപയായി, ഞാൻ അത് എവിടുന്ന് ഫിറ്റ് ചെയ്തു, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിനകത്ത് വൈസർ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു നമ്മുടെ ബാൻഡിഡോസ്. അപ്പോൾ ഒരു വൈസർ, അതിൻ്റെ കൂടെ ഒരു മൊബൈൽ ഹോൾഡർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും പ്ലസ് നമ്മൾ അന്ന് വാങ്ങിച്ച് വെച്ച ആ ഒരു ഐറ്റംസ് ഇല്ലേ, അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഗാർഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച്, അതായത് അത് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ, അതായത് കൊള്ളാമോ കൊള്ളൂലയോ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നതും കൂടെ നമുക്കിന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ GS ഇവിടെ ഫുൾ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഫെൻഡർ, അതുപോലെ ഈ ഒരു ഹാൻഡ് ഗാർഡ്, നമ്മുടെ ഈ ഒരു ഗാർഡ്, അതുപോലെ ഈ ബാക്കിലെ ഈ ഒരു മഡ് ഫ്ലാപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു വൈസറിൽ വലിയൊരു കുറവ് തോന്നിയായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ ബാൻഡിഡോസിൽ അവൈലബിൾ അല്ലായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ അത്യാവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വൈസർ പ്ലസ് ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഫോൺ ഹോൾഡർ, അതായത് ഒരു GPS മൗണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വൈബ്രേഷൻ ട്രാക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരു 3 എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വൈസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതല്ല. പകരം നമ്മുടെ GS ഓൺ ചെയ്യുന്ന മറ്റൊരു ഫ്രണ്ടുണ്ട്, പുള്ളി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് വഴി വാങ്ങിച്ചതാണ് ഈ ഒരു വൈസർ എന്ന് പറയുന്നത്. പുള്ളി ഈ ഒരു വൈസർ എന്ന് പറയുന്നത് വെളിയിൽ നിന്ന്, അതായത് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലല്ല, നമ്മുടെ കേരളത്തിന് വെളിയിലും വരുത്തിക്കുന്നതാണ്. പുള്ളി ഒരു ഡീലർഷിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ പുള്ളിയാണ് ഇത് എടുത്ത് തന്നത്. അപ്പോൾ ഈ ഒരു വൈസറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 2000, അതായത് പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ 1900 സംതിങ് ആണ് എനിക്ക് ആയത്, പ്ലസ് ഷിപ്പിംഗ് ചാർജ്. ഇത്രയാണ് നമുക്ക് ആവുന്ന ഒരു വൈസറിന്. പകരം നമ്മൾ ബാൻഡിഡോസിലോ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3000 4000 അടുപ്പിച്ചൊക്കെ ഈ ഒരു വൈസറിൻ്റെ കോസ്റ്റ് പോകുന്നുണ്ട്. ഇനി ആ ഒരു കോസ്റ്റ് കുറഞ്ഞതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ക്വാളിറ്റിക്ക് കുറവുണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈസർ കണ്ടാൽ പക്കയാണ് കേട്ടോ, ഒരു കുറ്റവും പറയാനില്ല, പെർഫെക്റ്റ് ആണ്. വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും, വണ്ടിക്ക് പക്കയായിട്ട് അത് ചേരുന്നുണ്ട് ആ ഒരു വൈസർ എന്ന് പറയുന്നത്. ഇനി കാണാനുള്ളൊരു ഭംഗി പോലെ തന്നെ എത്രത്തോളം അത് ഉപയോഗപ്രദമാകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 310 310 310 ആ, നമ്മുടെ BMW 4,20,000. ഒരു പൈസ ഇരുന്ന് നോക്കട്ടെ. കേട്ടാൻ പറ്റില്ല. അത് ഫോൺ വെക്കാനുള്ള ഹോൾഡർ. 20,000. കുഴപ്പമില്ല. അത് ഈ ഒരു കമ്പനിയുടെ പേര് BMW കുറച്ച് മാർക്കറ്റിംഗ് ഉണ്ട്. ഒരു 100 കിലോമീറ്റർ എത്ര മണിക്കൂർ പോകാൻ പറ്റുള്ളൂ? നോർമൽ ഒക്കെ വലിച്ച സ്പീഡില്ല, ഒരു നോർമലായില്ല. നമുക്ക് മാക്സിമം ഒരു 150. കുഴപ്പമില്ല. മൈലേജ്, ഇതിനൊരു മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 1 ലിറ്റർ പെട്രോളിന് ഒരു 30 കിലോമീറ്റർ പോകാം. അത്രേ ഉള്ളൂ എന്നോ? 1 ലിറ്ററിന് 30. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുഴപ്പമില്ല. അപ്പൊ അതിനെക്കാട്ടി കുറഞ്ഞ മൈലേജ് ഉള്ള വണ്ടികളും ഉണ്ടല്ലോ. മാർക്കറ്റിംഗ് ബിസിനസ് മൈൻഡ്. അതുപോലെ മക്കള് കൂടി ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ஆனால் ₹1 ചിലവാക്കിയാലും എഴുതണം. ഹാപ്പി റമദാൻ. എത്ര മാമ സ്നേഹത്തോടെ തന്നാണ്. മാമ സ്നേഹത്തെ നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പ് ചുമ്മാ ഇറങ്ങണം. ഇത് വീഡിയോ എടുക്കാൻ. ശരി, കാണാം.
അപ്പോൾ അങ്ങനെ നമ്മളൊരു പുതിയൊരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ കുറേ ജീവിതത്തിലെ കുറേ അനുഭവവും പുള്ളി എങ്ങനെ സമ്പാദിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം പുള്ളി വന്ന് ബൈക്കൊക്കെ കണ്ട് കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കയറിയൊക്കെ ഇരുന്നു. ഭയങ്കര സന്തോഷമൊക്കെ, എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ ഈ റീലൊക്കെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ആൾക്കാർ വന്ന് കയറിയിരിക്കുക, ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് റീലിടുക, അതുപോലെയൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെ എനിക്ക് തോന്നി അതൊക്കെ വെറും ക്ലീഷയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നതായിരിക്കും എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട്, നിങ്ങളും പലരും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ അല്ല കേട്ടോ, അത് ഇനി പറഞ്ഞ് ചെയ്യിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, വേറൊരാൾ, നമ്മളായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ അടുത്ത് വന്ന് ബൈക്കിനെ പറ്റി ചോദിക്കുക, പുള്ളിയുടെ ആ ഒരു കണ്ണിൽ നമുക്ക് ആ ഒരു സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കുറച്ച് കപ്പലിൻ്റെയൊക്കെ തന്നായിരുന്നു. ഇപ്പോൾ പുള്ളി അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പുള്ളി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് സമയം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതെ, നമ്മൾ ഈ ഒരു 3 എക്യുപ്മെൻ്റാണ് ഇതിനകത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു വൈസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനായിട്ടൊന്നും വാങ്ങിയതല്ല, എൻ്റെ ഫ്രണ്ട് തന്നെ എടുത്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് ഇടുക, ഞാൻ കണക്ട് ചെയ്ത് തരാം. ഇനി ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വൈസർ, അതായത് എനിക്ക് വൈസർ കിട്ടിയപ്പോൾ കൂടെ ഈ വൈസർ മാത്രമാണ് കിട്ടിയത്. ഈ നട്ട് ബോൾട്ട് ഇതൊക്കെ നമ്മുടെ പഴയ ഇതിന് മുമ്പ് ഇരുന്ന വൈസറില്ലേ, അപ്പോൾ അതിൻ്റെ അതേ സെയിം നട്ടും ബോൾട്ടും തന്നെയാണ്. ഒരു വൈസർ മാത്രമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ്ങിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ കൃത്യമായിട്ടില്ല. പക്ഷേ പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പക്കയാണ്. അതായത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ, അതായത് ഇത്രയും ദൂരം ഷിപ്പിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും പൊട്ടലോ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പക്കയായിട്ടാണ് ഈ ഒരു പാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നമ്മുടെ മുമ്പ് ചെയ്ത, അതായത് മുമ്പ് മോട്ടോ അവന്യൂ എന്ന് പറയുന്നൊരു ഷോപ്പിൽ കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചത്, അതായത് ബാക്കി ഗാർഡ് അങ്ങനത്തൊക്കെ വെച്ചത്. അപ്പോൾ അതേ ഷോപ്പിൽ തന്നെ കൊണ്ടാണ് ഈ ഒരു വൈസറും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്കൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ വിൻ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നമുക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊരു 80-90 ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത്ര തന്നെ എത്തണ്ട, അതിന് മുമ്പ് തന്നെ ചെറിയൊരു വിൻ ബ്ലാസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അതുവരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ 80-90 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, ഒരു 80 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു കവറിങ്ങിനകത്തിരിക്കും പോലെയാണ് എനിക്കൊരു ഫീൽ കിട്ടുന്നത്. അതായത് ഒരു 120+ ഒക്കെ നമുക്ക് സുഖമായിട്ട് പോകുന്നതാണ്. വിൻ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ വേണ്ട, അത്ര ഒരു പ്രൊട്ടക്ഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഒരു മൊബൈൽ മൗണ്ടാണ്, അതായത് ഒരു GPS മൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വെച്ചിരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബോബോയുടെ ഒരു മൊബൈൽ ഹോൾഡറായിരുന്നു. അപ്പോൾ നമ്മളറിയാമല്ലോ, നല്ല വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ ഇങ്ങനെ ഇത്ര എക്സ്പോസ്ഡ് ആയിട്ട് വെക്കാൻ തോന്നത്തില്ല. അതുപോലെ തന്നെ മഴയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർ പ്രൂഫ് കേസാണ്. അതിനകത്ത് 3 ലോക്കാണ് വരുന്നത്. ഈ 3 ലോക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തന്നെ BMW ഒരു എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും ഒരു ചെറിയൊരു സസ്പെൻഷൻ പോലെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിനൊരു കുഷനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ഫോൺ അതിനകത്ത് ടൈറ്റായിട്ട് ഞെരുങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് വേണ്ട. അതിനുശേഷം ഫോൺ നമ്മൾ വെക്കുക. ഫോൺ വെക്കുമ്പോഴും എടുക്കുമ്പോഴും നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കുക, കാരണം താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇത് വെക്കുക, ഈ 3 ക്ലിപ്പ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിന് ശേഷം നമുക്ക് എന്താ പറയുക, സുഖമായിട്ട് ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും മഴയാണെങ്കിൽ തന്നെ നമ്മളിതൊന്ന് ഓഫ് ചെയ്യേണ്ട യാതൊരു, അല്ലെങ്കിൽ മഴയത്താണല്ലോ നമ്മൾ GPS ഒക്കെ നോക്കാനായിട്ട് നല്ല പാടുപെടുന്നത്. അപ്പോൾ ഇതിന് ശേഷം അങ്ങനെയുള്ള പാടൊന്നും ഉണ്ടാകത്തില്ല. വെയിലാണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, അത്രത്തോളം ചൂടൊന്നും അതിനെ ഏൽക്കത്തില്ല. ഒന്ന് ഇതിനകത്താണ്, രണ്ട് ഈ ഒരു കവറിങ് ഒക്കെ വരുന്നുണ്ട്, ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യണം, ഒരു ലോങ് ഡ്രൈവിനിടയ്ക്ക് നിങ്ങൾക്ക് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർട്ടും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ടച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ തവണ ഊരിയെടുക്കണം എന്നുള്ള കാര്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി അഥവാ കോൾ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഊരിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വല്ലതും കണക്ട് ചെയ്തിട്ടിരുന്നാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും താഴെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വൈബ്രേഷൻ ബ്രാക്കറ്റിലാണ്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഈ ഒരു വൈസറിന്, അതായത് നമ്മൾ എക്സ്ട്രാ വൈസറാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇരുന്ന വൈസർ തന്നെ എനിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു, നല്ല കുലുക്കം ഉണ്ടായിരുന്നു, നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന വൈസർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതാണ്, മാത്രമല്ല നല്ല കാറ്റൊക്കെ അടിക്കും. അപ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമുക്കിത് വൈബ്രേഷൻ ബ്രാക്കറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് അത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഈ വൈസർ നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. പിന്നെ അതിന് ഒരു വശവും കൂടി ഉണ്ട്, ഞാൻ ഈ 4 നെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം ഒരുപാട് ടൈറ്റ് ചെയ്താൽ അവിടെ ചെറിയ പൊട്ടലൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടില്ല. മോഡറേറ്റ് ആയിട്ട് മാത്രമേ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എന്തായാലും കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യണം, കാരണം ഈ വൈബ്രേഷൻ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു GPS മൗണ്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു താഴെ ഈ ഒരു ഹോൾഡറിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടോ എന്തോ, ഇവിടെ കുറച്ച് റെസ്റ്റിംഗ് ഒക്കെ വന്നു തുടങ്ങി ഈ 2 സ്ക്രൂയിലും. അതുപോലെ ഇപ്പുറത്തെ വശത്തും കുറച്ച് റെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിച്ചു കഴിഞ്ഞാലും പ്ലസ് ആ ഒരു വൈബ്രേഷൻ ഇതിനകത്തുണ്ട്. ബാക്കി കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇത് രണ്ടും ആണല്ലോ മെയിനായിട്ടുള്ള ഇഷ്യൂ അല്ലേ. പക്ഷേ എന്തോ ഞാനൊരു ഇത് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. ഈ ഒരു റെസ്റ്റിംഗ് ആണ് എന്നെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. മറ്റേ ഈ ഒരു വൈബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശബ്ദമോ അങ്ങനെ ഭയങ്കര അനോയിങ് ആണെന്ന് പറയുന്നില്ല, പക്ഷേ ശബ്ദമില്ലാത്തൊരു എന്താ പറയുക ആട്ടം അതിനുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ സ്ക്രൂ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം മാറോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. അതെ, പിന്നെ നമ്മൾ ഇതെവിടുന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല. അതായത് ഈ ഒരു GPS മൗണ്ട്, ഈ ഒരു ഹോൾഡറും ഈ ഒരു ബ്രാക്കറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് 3-നുമായിട്ട് 3500 റുപ്പീസാണ് വരുന്നത്. അതെ, കുറച്ച് കൂടുതലായിട്ട് തോന്നും അതിന്, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാക്കറ്റും കൂടെ, അതായത് ഈ ഒരു വൈബ്രേഷൻ ബ്രാക്കറ്റും കൂടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയുമായിരുന്നിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ ഈ ഒരു 3 എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു GPS മൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ബ്രാക്കറ്റ് മാത്രമായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. വൈസറിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് വെച്ച കാര്യങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു യൂസൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫെൻഡർ അതിന് പ്രത്യേകിച്ചൊരു പർപ്പസ് ഒന്നുമല്ല, ഒരു ബ്യൂട്ടി അതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് അന്നും ഇന്നും അത് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതിന് യാതൊരു പ്രശ്നമില്ല. പിന്നെ അടുത്ത് വരുന്ന അവിടെ ഒരു ഹാൻഡ് ഗാർഡാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കി തന്നെ കാണാൻ കഴിയും, ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണതൊന്നുമല്ല, ഈ ഒരു ഹാൻഡ് ഗാർഡ് വെച്ചപ്പോൾ തന്നെ നല്ല ബൾക്കി ആയിട്ടുണ്ട്. പിന്നെ ചിലയിടത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മളെ ട്രാഫിക്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് പോകുമ്പോഴത്തേക്കും കാറിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സൈഡിൽ എന്താ പറയുക കാർ ഷെഡിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്കും സൈഡിൽ തട്ടുക, അങ്ങനത്തെ ചെറിയ സ്ക്രാച്ചസാണ് ഈ ഒരു ഹാൻഡ് ഗാർഡിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ നല്ലൊരു പ്രൊട്ടക്ഷൻ, അതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും അത് ഇരിപ്പുണ്ട്. ഇപ്പോൾ വൈസറിന് നല്ല സിങ്ക് ആവുന്നുണ്ട്. ആ ഒരു മുകളിലെ ആ ഒരു ഫിലിമും ഈ ഒരു വൈസറിൻ്റെ ഈ ഒരു ടെക്സ്ചർ മൊത്തത്തിൽ ഒരു സിങ്ക് ആയി പോകുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഈ ഒരു അപ്പർ ഗാർഡും ലോവർ ഗാർഡും. അപ്പർ ഗാർഡും ലോവർ ഗാർഡും ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇതുവരെ വണ്ടി താഴെയൊന്നും വീണിട്ടുമില്ല, ഞാനായിട്ട് ഇട്ട് നോക്കിയിട്ടുമില്ല. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇനി വീണ്ടും നോക്കുമ്പോൾ പറയാം. പക്ഷേ പ്രധാനമായിട്ടും അതിൽ നിന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ എന്താ പറയുക, നമ്മൾ ഈ വണ്ടി കഴുകി കഴിയുമ്പോൾ അകത്തൊക്കെ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു തുരുമ്പിൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പോൾ തുരുമ്പൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ ഒലിച്ച് വരാറുണ്ട്. അതുപോലെ തന്നെ വണ്ടി കഴുകി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ജോയിൻറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും ഇവിടെ നിന്നൊക്കെ റെസ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് ഇവിടെയൊക്കെ. പിന്നെ അതിനുശേഷം ബാക്കിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, നമുക്ക് ആർക്കും അത്ര പിടുത്തമില്ലാത്തൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഊരിക്കളയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു മഡ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ വെച്ചത് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപയോഗമായിട്ട് തോന്നിയിട്ട് ഈ ഒരു മഡ് ഫ്ലാപ്പാണ്. ഇപ്പം ധൈര്യമായിട്ട് എനിക്ക് എത്ര ചെളി ഉണ്ടെങ്കിലും എത്ര മഴയാണെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അല്ലെങ്കിൽ അതും കൂടി ഇല്ലായിരുന്നെങ്കിലും അങ്ങ് ആ വൈസറിൻ്റെ ഫ്രണ്ട് വരെ ചെളി അടിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് റൈഡ് ബൈ വി സൈനിങ് ഓഫ് ഫ്രം റൈഡ് ബൈ വെയർ. ബൈ.